Hello my dear friends, welcome to my YouTube channel Haru and Tanu. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പാലക് ചിക്കനാണ് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം പാലക് എടുത്തിട്ടുണ്ട്. വെള്ളം ചൂടാക്കാനായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് പാലക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉടനെ തന്നെ നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റാം. തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പാലക് ഒന്ന് ബ്ലാഞ്ച്ഡ് ആയിട്ട് കിട്ടും. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് പാലക് ഇടാം. രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഞാൻ വെള്ളത്തിൽ നിന്ന് മാറ്റുവാണ്. ചൂടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗരം മസാലയുടെ കൂട്ടിട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം, തക്കോലം. ഇതിനൊപ്പം നമുക്ക് കാഷ്യൂസ് കൂടി ചേർക്കാം. ഒരു പിടി കാഷ്യൂസ് ഉണ്ട്. നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. എണ്ണയൊന്നും ചേർക്കാതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇത് മിക്സിയിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാം. അതിനുശേഷം കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഒരു പേസ്റ്റ് ആക്കി എടുക്കാം. കാഷ്യൂസും മസാലയും കൂടെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ചേർക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒന്നര സവാള ചേർക്കാം, നീളത്തിൽ മുറിച്ചത്. ഉപ്പ് ചേർക്കാം. നമ്മളിത് ചിക്കൻ 1/2 kg ഇവിടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് 1/2 an hour ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടേ ഉള്ളൂ, ബ്രൗൺ ഒന്നും ആയിട്ടില്ല. നമുക്ക് മുളക് പൊടി ചേർക്കാം. എരിവിന് ആവശ്യത്തിന് മുളക് പൊടി. ഞാനിവിടെ 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 3/4 മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കുന്നുണ്ട്. ചിക്കനിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, എങ്കിലും നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, നമുക്കിത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 3/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കാം. പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഇനി നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന മസാല ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ചേർക്കാം. തക്കാളി ഒന്ന് മുറിച്ച് ചേർക്കാം. ചിക്കൻ ഇവിടെ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലക്ക്
അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാലക്ക് ഇതിൻ്റെ ഒപ്പം ചേർക്കാം. പാലക്ക് ചേർത്തതിന് ശേഷം ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യണ്ട, കാരണം ഈ കളറൊന്ന് മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യാം. ഇനി ഒരു 10 മിനിറ്റ്സ് ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്കാകട്ടെ. അതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല കളർ വന്നിട്ടുണ്ട്. അതെ, കിച്ചൺ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഗ്രീൻ കളർ ശരിക്കും മനസ്സിലാവും. ഇതായിട്ട് നമുക്ക് കുറച്ച് കസൂരി മേത്തി ചേർക്കാം. അതിങ്ങനെ കൈ കൊണ്ട് ഒന്ന് ഞെരടി ചേർക്കാം. നമ്മുടെ പാലക് ചിക്കൻ റെഡിയാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല ക്രീമി ടെക്സ്ചറോട് കൂടിയിട്ടുള്ള നല്ല ഗ്രീൻ കളറായിട്ടുള്ള പാലക് ചിക്കൻ ഇവിടെ റെഡിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയൂ. Please like, share, subscribe to my channel. Keep watching Haru and Tanu. Bye.